ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഹിന്ദിയിലെ 10ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ ഒരു സംസ്മരണമാണ് ഇവിടെ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത്. ഈ പാഠത്തിൻ്റെ പേരാണ് ദില്ലി മേ ഉനീദേ. ഇസ്ക ലേഖകന് ഗഗൻ ഗില്ല. അപ്പോൾ ദില്ലി മേ ഉനീദേ എന്ന് പറഞ്ഞാൽ ദില്ലിയിൽ ഉറങ്ങാതെ എന്നാണ് പറയുന്നത്. എന്താണ് ഉറങ്ങാത്തതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ എന്താണ് ഉറങ്ങാത്ത അനുഭവം എന്ന് നമുക്ക് ഈ ലെസണിലൂടെ വഴിയെ മനസ്സിലാവും. അപ്പോൾ ഒരു ഓട്ടോക്കാരനുണ്ട്, പിന്നെ അതിൽ ഒരു യാത്രക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് നമുക്ക് നോക്കാം. റോസ് ജൈസ ദിൻ ഹേ. ഇന്ന് ഒരു അപ്രകാരം ദിവസമാണ്. ഫർവരി കി ഷാം, അതായത് ഫെബ്രുവരി മാസത്തിലെ ഈവനിങ് ദിവസമാണ്, സമയമാണ്. ഹവാമേ ഡഡഗ് ഹെ, കാറ്റിന് നല്ല തണുപ്പുണ്ട്. വേ അബി അബി സ്വാതി സെ സാഹിത്യ അക്കാദമി കെ കുച്ച് പ്രകാശൻ ഖരീദ് കർ ഇസ് സഡക് പർ പഹുഞ്ചി ഹും. ഇപ്പോൾ ഞാൻ ഈ സാഹിത്യ അക്കാദമിയിൽ കുറച്ച് പ്രസിദ്ധീകരിക്കപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിയിട്ട് ഈ സഡക് പർ പഹുഞ്ചി ഹേ, ഈ റോട്ടിലെത്തിയിട്ടുള്ളൂന്ന്. മന്ദിർ മാർഗ് പർ സഡക് സുൻസാൻ ഹേ, അമ്പലത്തിൻ്റെ വഴിയിൽ ഉള്ള റോഡ് ശൂന്യമാണെന്ന്. സുൻസാൻ എന്ന് വെച്ചാൽ ശൂന്യമാണ്, സഡക്ക് റോഡ്. പിന്നെ വിരൾ മന്ദിർ കെ ബാഹർ ദോ ഏക് ഓട്ടോ ഗഡേ ഹേ, മന്ദിരത്തിൻ്റെ പേരാണ് വിരൾ. മന്ദിരത്തിൻ്റെ പുറത്തായിട്ട് 2 ഓട്ടോ കിടക്കുന്നുണ്ടെന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഏക് സെ മേ പോച്ചിത്തി ഹേ, ഞാൻ ഒരു ഓട്ടോക്കാരനോട് ചോദിച്ചു. ചൽനാ ഹേ, പോകാം. അപ്പോൾ ബൈട്ടിയെ, അപ്പോൾ ഓട്ടോക്കാരൻ പറയാണ് വഹ് കഹത്തി ഹേ, ഓട്ടോക്കാരൻ പറയാണ് ബൈറ്റേ, ഇരുന്നാലും. मैं गिरती पढ़ती अपनी किताबें सीट पर ജമാത്തി ഹേ, ഞാൻ ആ പുസ്തകങ്ങളെല്ലാം ആ സീറ്റിൽ ഒതുക്കി വെച്ചു എന്ന്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഉസേ ചലനെ മേ അഭി ദർ ഹേ, അദ്ദേഹം പോകാനായിട്ട് ഇത്തിരി സമയമെടുത്തു എന്ന്. ഉസ്കെ ശരീർ കി ഹർക്കത്ത് മേ ഏക് അജീബ് സി ദക്കാൻ ഹേ, അദ്ദേഹത്തിൻ്റെ ശരീരഘടന നോക്കുകയാണെങ്കിൽ ഒരു വിചിത്രമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടെന്ന്. അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായ പോലെ, ദക്കാൻ എന്ന് വെച്ചാൽ ക്ഷീണിച്ചിട്ടുണ്ട്. വഹ് അപ്പനി സീറ്റ് കെ നീച്ചെ സെ നികാൽ കർ ഏക് ഗന്ത ഉഗഡ ആദി ബാഹ് കാ ബുര സെറ്റർ പഹൻ രഹാ ഹെ. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം തൻ്റെ സീറ്റിൻ്റെ ആ താഴെ നിന്ന് നികാൽക്കർ പുറത്തെടുത്തു. എന്താണ്? ഏക് ഗന്ധ, ഒരു അഴുക്ക് പിടിച്ചതും, ഉദഡ കീറിയതും, ആദി ബാഹുക്ക അരക്കൈയുള്ള പുര സെറ്റർ, ഒരു ബ്രൗൺ കളറിലുള്ള സെറ്റർ പഹൻ രഹാഹെ അണിഞ്ഞു എന്ന്. ധീരെ ധീരെ, പതുക്കെ പതുക്കെ അണിഞ്ഞു എന്ന്. ധീരെ ധീരെ എന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ. അഭി മേര ധ്യാൻ ഉസ്കെ ചെഹരെ കി തർഹ് നഹി ഗയ, ഇപ്പോഴെൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പെട്ടില്ല എന്ന്. ഉസേ മേം ബാദുമേം ദേക്കൂങ്കി, അദ്ദേഹത്തിൻ്റെ മുഖം ഞാൻ പിന്നീട് നോക്കിക്കൊള്ളാമെന്ന്. ഓട്ടോയ്ക്ക് ഡ്രൈവിംഗ് ഐനേമേ, അതായത് ഓട്ടോയിലെ ആ ഡ്രൈവിംഗ് കണ്ണാടിയിലൂടെ നോക്കാമെന്ന്. ജിസ്മേം ഉസ്കി ആംഗേം ഔർ ബിഗാസി ദിഗേങ്കി, അതിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് വളരെ കുഴിഞ്ഞതായിട്ട് കാണപ്പെട്ടു. ഗാസി എന്ന് വെച്ചാൽ കുഴിഞ്ഞതായിട്ട് കാണപ്പെട്ടു. ചെഹരയ്ക്ക് ഖട്ടിയാം ഔർ ബി ഉപരി, അതായത് മുഖത്ത് എല്ലുകളൊക്കെ പൊന്തിയിട്ടുണ്ടായിരുന്നു എന്ന്. ചെഹര എന്ന് വെച്ചാൽ മുഖം, ഹട്ടിയാം എന്ന് വെച്ചാൽ എല്ലുകൾ, ഔർ ബി ഉപരി ഒന്ന് പൊന്തി നിൽക്കുന്നുണ്ടായിരുന്നു ക്ഷീണം കൊണ്ട്. ഉസ്കെ ചെഹരെ പർ ഭൂഖ് ഔർ ബീമാർ കെ അലാവ ഏക് ഔർ ചീസ് ബി ദിഖേങ്കെ, അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിശപ്പിൻ്റെയും ക്ഷീണത്തിൻ്റെയും രോഗത്തിൻ്റെയും പുറമേ പിന്നെ ഏക് ഓർ ചീസ് ബി ദിഖേങ്കെ, ഒരു സാധനം പോലും കാണാൻ കഴിഞ്ഞിരുന്നു എന്ന്. അഭി മുझे ഉസ്കാ നാം നഹി മാൽ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല എന്ന്. ആനെ വാലെ ദിനോമേ മേ ഉസ്കെ ലിയെ ബിൽക്കുൽ സഡിക്ക് ശബ്ദ് ടൂണ്ട് പാവുങ്കി, അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി നല്ലൊരു പേര് കണ്ടെത്തുന്നു. ലേക്ക് അഭിനയിക്കുക, എന്നാൽ ഇപ്പോൾ വേണ്ടാന്ന്. യഹ് ബാദുമേ ഹോഗ, അത് പിന്നീടാവാന്ന്. അടുത്ത പാരഗ്രാഫ്. ഒക്കെ ചലത്തായ, അങ്ങനെ ഓട്ടോറിക്ഷ പോവാണ്.
ഓട്ടോ ചലത്തെ ഹെ ഉസ്കി ഗാസി ഹുവ ശുരു ഹോ ജാതി. ഓട്ടോ പോയപ്പോൾ അദ്ദേഹത്തിന് ചുമ ആരംഭിച്ചെന്ന്. മാലൂം ഹുവ ഉസെ ഡണ്ട് ലഗ് രഹി ഹെ ത ഹം ട്രാഫിക് കെ ദമുമേ കെ ബീച്ച് കെ ആ ജായെങ്കെ. ഈ മാലൂം ഹുവക്ക് എന്താണ്, അദ്ദേഹത്തിന് തണുപ്പടിച്ചിട്ടാണോ അല്ലെങ്കിൽ ട്രാഫിക്കിൻ്റെ ആ ജാമിൽ പെട്ടിട്ടാണോ ഈ ചുമ വന്നതെന്ന് അറിയില്ല എന്ന്. മാലൂം നഹി എന്ന്. ഹമാരെ ദോ അതായത് അദ്ദേഹത്തിൻ്റെ അടുത്ത പാരഗ്രാഫിൽ പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബന്ധുക്കൾക്ക് SLC പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു.